അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. ഇന്നിനി 7-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളൊന്ന് ജസ്റ്റ് ആയത്ത് അർത്ഥം പറയണോ? വേണമെങ്കിൽ പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير. അൽഹംദുലില്ലാ എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളിൽ അവസാനത്തെ അധ്യായമാണ് ഈ സൂറത്തുൽ ഫാത്തിർ. സൂറത്ത് ഫാത്തിർ. അൽഹംദുലില്ലാ അല്ലെ തുടങ്ങുന്നു. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവായ. അതേപോലെ തന്നെ ജാഇലിൽ മലായിക്കത്തി, മലക്കുകളെ ആക്കുകയും ചെയ്തു. എന്താണ്? ഉലി റുസുലൻ, ദൂതന്മാരാക്കി നിയോഗിച്ചു. ഉലി അജ്നിഹതിം മസ്ന വസുലാസ വറുബാ, ഈ 2, 3, 4 ചിറകുകളുള്ള ദൂതന്മാർ. യസീദു ഫിൽ ഖൽഖി മാ യശാ, അവൻ്റെ സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഈ ആയത്ത് നമ്മൾ നന്നായിട്ട് വിശദീകരിച്ച് അല്ലെ, മലക്കുകളുടെ കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ അവരുടെ സൃഷ്ടിപ്പിൻ്റെ കാര്യം, അവരുടെ വലിപ്പത്തിൻ്റെ കാര്യം, അവരുടെ ചിറകുകളുടെ കാര്യം, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം, അവരുടെ ഗുണവിശേഷണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. അവരെന്താണോ അല്ലാഹു തആല പറയുന്നത് അതേപടി അനുസരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ അല്ലേ. എന്നാലേ നമ്മൾ ഒന്നുകൂടി കൂടുതലായിട്ട് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സമയവും സന്ദർഭങ്ങളും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ. അൽഹംദുലില്ലാഹ്. അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണം എല്ലാവരുടെയും. പിന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു തആല അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന പക്ഷം, അത് അള്ളാഹു ഒരാൾക്ക് കാരുണ്യം ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, ഫലാ മുംസിക ലഹ, അതിനെ തടയാൻ ആരും ഉണ്ടാവില്ല, അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കൂല എന്ന് പറയുന്നു. അതേപോലെ തന്നെ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, ഇനി അല്ലാഹു തആല എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തുറന്നു വിടാനും വേറൊരാൾക്കും സാധിക്കില്ല, നൽകാനും ഒരാൾക്ക് കഴിയും. മിൻ ബഅദി, അതിന് ശേഷം. വഹുവൽ അസീസുൽ ഹകീം, അവൻ ഏറെ അഗാധജ്ഞനും പ്രതാപശാലിയുമാകുന്നു. അപ്പം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു തന്നതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിനെ തരാനോ ഒരാൾക്കും കഴിയൂല എന്നുള്ളത് അള്ളാഹു തആല നമുക്ക് ആയത്തിലൂടെ വിവരിച്ച് തരികയാണ്. നമ്മളെല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കാരത്തിലൊക്കെ ആയിട്ട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനയില്ല, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് അല്ലേ. അപ്പം അത് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അടുത്ത പറയുന്നത് എന്താ, കൂടുതൽ വിശദീകരിക്കുന്നില്ല കേട്ടോ, വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം. യാ അയ്യുഹന്നാസ്, അതുകൊണ്ട് അല്ലാഹു തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവിൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം അല്ലേ,
അപ്പം അന്ന് ഞാൻ ചോദിച്ചിന് ഇന്ന് എത്ര ആൾക്കാർ ഇന്ന് രാവിലെ നേരം വെളുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുനിന്ന് ഇത്ര ആൾ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ മാഷാ അള്ളാഹ് ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ചോദിക്കുന്നു, ആരും പറയൊന്നും വേണ്ട, വെറുതെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ മുതൽ ഈ സമയം വരെ ഉള്ള സമയത്ത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര ആൾക്കാർ ശുക്ർ പറഞ്ഞ്, എത്ര ആൾക്കാർ അത് ഓർമ്മിച്ച് എന്നിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ്, അത് ജസ്റ്റ് വെറുതെ ഒന്ന് ഓർത്ത ആൾക്കാർ എത്ര ഉണ്ട്, ജസ്റ്റ് നമ്മൾ മനസ്സിനോട് ചോദിക്കുക അല്ലേ. നമ്മൾ ദിനേന എന്തെല്ലാം സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ ദിവസവും അത് ഓർമ്മിക്കണം. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് ചിന്തിക്കണം. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന എന്നുള്ള ആ ദുആ പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചും അള്ളാഹിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഓർമ്മയിൽ വരണം. അങ്ങനെ അൽഹംദുലില്ലാ. സത്യത്തിൽ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം, സാന്ദർഭികമായിട്ട് പറയാം. ഞാനൊരു വോയിസ് ഇട്ടിട്ടില്ലേ, 2 വോയിസ്, നമ്മളെ ഫൗസിത്താൻ്റെ വോയിസാണ്, ചാലാടുള്ള. കുറേ മുമ്പ് ഒരു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രൂപ്പിൽ തന്നെ. പിന്നെ ഓരോ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായിട്ട് കുറേ ആയി, ഒരു വർഷം കഴിഞ്ഞ് തോന്നുന്നു, ഒരു വർഷം പോരാ എനിക്ക് തോന്നുന്നു, അതിലും കൂടുതലായും തോന്നുന്നു, അത്രയും ആയി. ഒരിക്കൽ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മൂക്കിൽ ട്യൂബ് ഇട്ടിട്ട് പിന്നെ ഒരു 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 രൂപം അത്രയേ ഉള്ളൂ. സത്യത്തിൽ ഭയങ്കര കണ്ടപ്പോൾ പ്രയാസം തോന്നിയിന്, കാരണം നല്ല ജെന്റിലായിട്ട് നല്ല ആരോഗ്യമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ആകെ ഇതായി, പിന്നെ ടയേർഡായി, പിന്നെ ഭക്ഷണം കഴിക്കാതെ ആയി അങ്ങനെ. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ശരിയാവില്ല എന്നെല്ലാം പറഞ്ഞതാ പോലും. പക്ഷെ പിന്നെയും ഇവർ ആ ഒരു ഓർ പറയുന്ന വാക്കില്ലേ, സത്യത്തിൽ ഓർ പറയുന്നത്, ഞാൻ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കൂ, നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്നല്ലേ. നമുക്ക് അള്ളാഹ് നല്ലോണം പ്രതീക്ഷിച്ചിട്ട് തന്നെ ദുആ ചെയ്ത് എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും പോലും. പിന്നെ ഓർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഇങ്ങനെ ഓരോ നോക്കുമ്പോൾ ഓരോ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാം ഖുറാൻ്റെ ആയത്തോർക്ക് അറിയുന്നതെല്ലാം ഓതി ഇങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകളെല്ലാം ഇങ്ങനെ ഓതി കൊടുക്കും പോലും. അപ്പം ആദ്യമൊന്നും തീരെ പ്രതികരണേ ഇല്ല, വർത്താനം പറയൂല, ഒന്നും നോക്കൂല, ഇങ്ങനെ ട്യൂബിലൂടെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കും മാത്രം, ഒറ്റ കിടപ്പാ. പക്ഷെ പിന്നെ എന്താ പറയുക, അന്ന് അവർ പറഞ്ഞിന്, ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, സംസാരിക്കാൻ കഴിയും, അതുപോലെ ഭക്ഷണം വായിലൂടെ കഴിക്കാൻ കഴിയും. പക്ഷെ ഒരു അതിങ്ങനെ പേടിച്ചിട്ട് ഇതിങ്ങനെ ആയിട്ട് പിന്നെ അത് ശരിയായി, സ്ട്രോക്കിൻ്റെ ആ ഇതെല്ലാം ശരിയായി. പക്ഷെ എന്നിട്ടും ഓറ് ശരിയാവുന്നുണ്ടായിട്ടില്ല. അപ്പം ഓർ അന്ന് നമ്മളോട് എന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിന്, ഓർ ഒന്ന് വായിൽ കൂടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതുണ്ടാകാൻ എല്ലാവരും ഒന്ന് ദുആ ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. സത്യത്തിൽ എന്താ പറയുക, പ്രാർത്ഥനൻ്റെ ഒരു ഫലം തന്നെ പറയാം. പിന്നെ ഒരു ഇന്ന് സന്തോഷത്തോടെ എനിക്ക് വോയിസ് അയച്ച്, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ കേട്ടിട്ട്. കാരണം പിന്നെ ഇപ്പം വായിൽ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു, അത്യാവശ്യം ചോദിച്ചാൽ മറുപടി പറയുന്നു, എന്നിട്ട് ഇവർ ഇങ്ങനെ ഓതും പോലെ. അപ്പം പണ്ട് ഈ ഫൗസിത്ത എന്ന് പറയുന്ന ആള് അത്ര ദീനീപരമായിട്ട് അത്ര ഇതിലുണ്ടായിട്ടല്ല, പിന്നെ ഫാഷനായിട്ടുള്ള നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഓറ ഭർത്താവ് നല്ല ഭയങ്കര ദീനിയും ഇതെല്ലായിട്ടാണ്. അപ്പോൾ ഓറ ഇതിലൂടെയാണ് ഇവർ ഇതിലേക്ക് വന്നത്. എന്നിട്ട് ഇപ്പോൾ ഓർക്ക് ഇങ്ങനെല്ലാം ആയിട്ട് ഇവർക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് ഇവർ വിചാരിക്കുമ്പോൾ ഇവർ പഠിച്ച സൂറത്തെല്ലാം മറന്നുപോയിട്ടുണ്ടാവോ അറിയുണ്ടാവോ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓതി കൊടുക്കും പോലും. പിന്നെ അപ്പോൾ ആദ്യമൊന്നും സലാം പറഞ്ഞാലൊന്നും മടക്കൂല, ഒന്നും മിണ്ടൂല, ഫുൾ സംസാരശേഷി ഇല്ലാത്ത ഒരാളെ പോലെയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ പിന്നെ സലാം പറഞ്ഞാൽ മടക്കുന്നുണ്ടോലും. എന്നിട്ട് ഇവർ വെറുതെ ഇങ്ങനെ ഓതി നോക്കിയാലോ, ഇപ്പോൾ ഖുൽഹു അള്ളാഹു അഹദ് എന്ന് ഓതിയപ്പോൾ അള്ളാഹു സമദ് എന്ന് ഓതി പോലും. അങ്ങനെ ഓരോന്ന് ഓർ പറയുന്നത് കേട്ടിട്ട് സത്യം പറയാൻ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഓരോ ഒരു പരിശ്രമം, ഓരോ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പരിശ്രമം എന്ന് പറയുന്നത് നല്ല ഹാർഡ് വർക്കാണ്. കാരണം അങ്ങനെയുള്ളൊരു രോഗീനെ പരിചരിക്കാൻ തന്നെ നല്ല ക്ഷമയും നല്ലൊരു ഇതും വേണം. എന്നിട്ട് ഓരോ ആ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ, അള്ളാഹുലുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഓർ ഇങ്ങനെ ചെയ്തു കൊടുത്ത് പിന്നെ എന്നിട്ട് പിന്നെ സൂറത്തുൽ കഹ്ഫ് ഓതിയോലും പിന്നെ ഇവർക്ക് കിട്ടുമോ നോക്കാതെന്ന് വെച്ചിട്ട് ഇവർ ഖുറാൻ നോക്കിയിട്ട് പോലും ഓതുന്ന്. ഓരോ അന്നേരം ഒരുമിച്ച് ഓതുന്നോലും ഖുറാനൊന്നും നോക്കാണ്ട്. അപ്പോൾ ഓരോ മനസ്സിൽ നിന്ന് മറന്നിട്ടില്ല, ഖുറാനൊന്നും മറന്നിട്ടില്ല. മാഷാ അല്ലാ. അതെല്ലാം ഓർ ഇങ്ങനെ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ ഭയങ്കര എനിക്ക് സന്തോഷമായിപ്പോയി. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെ ഒരുപാട് സ്തുതിച്ച്, അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി കൊടുത്ത്. കാരണം ആ ഒരു അവസ്ഥ ഞാൻ കണ്ടതാ, ഓരോ അവസ്ഥ ഞാൻ കണ്ടത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം മാറി വീൽ ചെയറിൽ ഇരുത്തി ഇവരെല്ലാം കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ കിച്ചണിൽ കൊണ്ടുപോയി ഒരുമിച്ച് ഇരുത്തി, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരുമിച്ച് ഇരിക്കുകയും അത്യാവശ്യം കുറച്ചിങ്ങനെ കൈകൊണ്ട് തന്നെ ഒരു എടുത്ത് കഴിക്കാനെല്ലാം ആയി എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു കുതിരത്ത്, അള്ളാഹിൻ്റെ കുതിരത്ത് തന്നെയാണ്, ഒരു അത്ഭുതം ഫീൽ ചെയ്ത് സത്യത്തിൽ. അത് ഓരോ ഭാഗത്തുനിന്ന് നല്ല
ശരിക്കും അത് എല്ലാവർക്കും ഒരു പിന്നെ ഒരു ഇത് തന്നെയാണ്, എന്താ പറയാ, ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഇതില് വരുന്നത് എന്താന്ന് വെച്ചാൽ നല്ല ഹാർഡ് വർക്ക് ഓർ നല്ല പ്രയത്നം ചെയ്യുകയും ചെയ്തിന്, അതിന്റെ കൂടെ പ്രാർത്ഥനയും ഈ ഖുറാനുമായിട്ടുള്ള ആ ഒരു ഇതും കെട്ട് എന്നുവെച്ചാൽ ഖുറാൻ ഓർ പറയുന്നത് ഇങ്ങനെ വായിലും മൂക്കിലൂടെ ഇതെല്ലാം കൊടുക്കുന്ന സമയത്തെല്ലാം ഇവരിങ്ങനെ നല്ലോണം ഓതും, നല്ല ഈണത്തിൽ നല്ല ഭംഗിയിൽ ഒരു ഓതും. മുമ്പ് നല്ലോണം പാട്ട് പാടുന്ന ആളേനു. അപ്പൊ ഖുറാൻ അതിലേക്ക് വന്നപ്പോ ഖുറാൻ നല്ല രസത്തിൽ ഒരു ഓതും. അപ്പൊ അതിങ്ങനെ ഒരു പറയുന്നത് ഇങ്ങനെ ഓതിക്കൊടുത്ത് ഈ പിന്നെ മുമ്പ് ഇങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചാലും ഡോക്ടറോട് ഇനി ഇതൊന്നും ശരിയാവൂലപ്പ, ഒരു വർഷമായില്ലേ, ഇനിയൊന്നും ശരിയാവും ചെയ്യില്ല, ഇത് ഇങ്ങനെ പോവുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് ഫുൾ നിരാശയാക്കിയതാ പോലെ. പക്ഷെ എന്നിട്ടും ഓറ് പറയുന്നത് എനക്കൊരു നിരാശ വന്നിട്ടില്ല, ഞാൻ നല്ല പോസിറ്റീവ് മൈൻഡിൽ തന്നെ എടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത്. അതുപോലെ തന്നെ അള്ളാഹ് ആ ഒരു ഇത് തന്ന് അൽഹംദുലില്ലാ. ഇനി അങ്ങത്തോളം അള്ളാഹ് നല്ല ആരോഗ്യ ആഫിയത്തും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. അതുപോലെ തന്നെയല്ലേ ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളെ വിളിച്ചിട്ടില്ല, എന്റെ മൂക്ക് വേദന എടുത്തിട്ട് അതുപോലത്തെ വേദനയേനു. ഓളിങ്ങനെ ഇരിക്കുന്നുമില്ല, നിൽക്കുന്നുമില്ല, കിടക്കുന്നുമില്ല, വയറൊരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലേനു. പക്ഷെ നിങ്ങൾ അയച്ചു തന്ന ദുആ ഓതിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓള് എണീച്ചിട്ട് പോയി. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് നമ്മൾ കുറേ മരുന്നെല്ലാം കൊടുത്ത് ശരിയായിട്ടില്ല, അത് ഓതിയ പാടന്നെ ശരിയായി. അൽഹംദുലില്ലാ. അതന്നെ നമ്മൾ എപ്പോഴും പ്രതീക്ഷ, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്താല് അള്ളാഹു താല അത് തരും എന്നുള്ളതിന് ഒരു വലിയ തെളിവ്. ശരിക്കും ഇവർ എത്ര വർഷമായി എന്നറിയാം ഇതിന്റെ പിന്നാലെ ഒരു നടക്കുന്നത്. ശരിക്കും ഈ ഫൗസിത്ത എന്ന് പറയുന്ന ആളെന്നെ പ്രായമുള്ള ആളാ, ഓർക്ക് നടക്കാനെല്ലാം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിട്ട് ഓരോ ഭർത്താവിനെ നോക്കാൻ അത്രയും മെനക്കെട്ട് ഈ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറയല്ലോ, എന്താ പറയാ, ഭയങ്കരമായിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തിന്. ആ ഒരു പ്രതീക്ഷ അതന്നെ പറയുന്നു, ഒരു വായിൽ നിറച്ചു അതാന്നുള്ള അള്ളാഹുവില് പൂർണ്ണമായ ഒരു ശുഭപ്രതീക്ഷ. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലാണ്ട് ശരിക്കും ഇല്ലേ ഇങ്ങനെ സ്ട്രോക്കെല്ലാം വന്നാലും നമ്മൾ വിചാരിക്കും ഇനി ശരിയാവൂല, അതെല്ലാം പിന്നെ ഇനി അങ്ങനെ പോക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇതുപോലെ മുമ്പ് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ ഭർത്താവ് ഇതേപോലെ സ്ട്രോക്ക് ഒരു ഫുള്ള് സൈഡ്, പക്ഷെ ഇതേ ഒരു അവസ്ഥയാണ്. എന്നിട്ട് ഇങ്ങനെ ഇതായിപ്പോ ഒരു ഭയങ്കര നല്ല മാറി നടക്കാനും ഒറ്റയ്ക്ക് എന്റെ ബാത്റൂം പോവാനും ഭക്ഷണം കഴിക്കാനും ശരി. രാത്രി 2:30 എണീച്ചപ്പോ ഞാൻ ഉറങ്ങില്ല മോളെ. അതന്നെ ശരിക്കും ഖുർആന് ഭയങ്കര എഫക്റ്റാണ്. ഖുർആന് നമ്മളില്ലേ മുറുകെ പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് അതെ അല്ല നിരാശപ്പെടാൻ പാടില്ല. വേറൊരു സന്തോഷ വാർത്തയുണ്ട് പ്രാർത്ഥന പറയാ ഹസ്ബൻഡിന്റെ പിന്നെ അപ്പൊ ഇവര് കൾച്ചർ ടെസ്റ്റ് ആയിക്കോളി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ മിഞ്ഞാന്നത്തെ ആ ടെസ്റ്റില് പിന്നെ ഇത് കംപ്ലീറ്റ് ഉണക്കം വേണ്ട മരുന്ന് മിഞ്ഞാന്നത്തെ ടെസ്റ്റില് ഇവര് കണ്ടുപിടിച്ചത്. അൽഹംദുലില്ലാ. എന്നിട്ട് ഇപ്പൊ മിഞ്ഞാന്ന് മുതൽ ഇപ്പൊ അവര് ഇതിന്റെ മരുന്ന് കൊടുത്തോണ്ട്. അപ്പൊ ഓര് പറയുന്ന വെച്ച് കഴിഞ്ഞാല് എനിക്ക് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഒന്നും അയക്കില്ല. ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചു എന്തോ ക്ലിയർ കുറവുണ്ടെന്ന് തോന്നുന്നു. താങ്കള് മുറിഞ്ഞു പോകുന്നുണ്ട് പറയുന്നത്. നല്ലൊരു മാറ്റത്തിലേക്ക് തന്നെ വരുന്നറിയാം. ഈ ഒരു മെഡിസിൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മുതല്. അപ്പൊ അതിനുശേഷം നല്ല ചെറിയ കിടക്കാനും നല്ലൊരു എന്തോ ഒരു ആശ്വാസം പോലെ. അൽഹംദുലില്ലാ. അള്ളാഹ് അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുക്കട്ടെ, ആമീൻ. ആഫിയത്തോടെ നല്ല ആയുസ്സോട് കൂടി ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ, ആമീൻ. അതന്നെ പ്രാർത്ഥന, നമ്മള് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ ഈ ഖുർആന് നമ്മൾ കൂടെ ചേർത്ത് പിടിക്കുക. ഖുർആന് ഭയങ്കര നമുക്ക് എഫക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. ഒരു മോളെ കഥ പറയില്ലേ മുമ്പ്, അബ്ദുസലാം മോങ്ങ കഥയല്ല, ഒരു സംഭവം തന്നെയാണ്. അതെനിക്ക് ഭയങ്കര എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ഇതാണ്, മായാത്തൊരു സംഭവമാണ്. മൗലവിന്റെ ഒരു ഉസ്താദ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ട് വർഷങ്ങളോളം കോമ സ്റ്റേജിലാന്നും ഉണ്ടായിന്. അപ്പൊ ചെറിയ മോളെ ഹിഫ്ള് പഠിക്കാൻ വേണ്ടിട്ട് ചേർത്ത്. ആ മോള് പിന്നെ ഉപ്പ ജീവിതത്തേക്കും തിരിച്ചു വരില്ല എന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയതാണ്. പക്ഷെ അബോധാവസ്ഥയിൽ അങ്ങനെ കിടക്കുന്ന, ജീവൻ പോയിട്ടില്ല. അങ്ങനെ ആ മോള് പിന്നെ വാശി പിടിച്ചിട്ട് പിന്നെ ഈ ICU റൂമില് പിന്നെ ഉപ്പാന്റെ കൂടെ ഒരു രാത്രി ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പിന്നെ ആടെ രാത്രി കിടന്നിട്ട് ഈ മോള് ഖുർആൻ ഓതി പിന്നെ
പിന്നെ നിസ്കരിച്ചിട്ട് ഖുർആനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സുജൂദിൽ വീണ് ദുആ ചെയ്യും. അങ്ങനെ എന്തോ കറക്റ്റ് എനിക്ക് സംഭവം ഓർമ്മയില്ല. പക്ഷെ ഈ പഠിച്ച ഖുർആൻ മുൻനിർത്തിയിട്ടാണ് ആ കുട്ടി ദുആ ചെയ്തത്. ആ ഉപ്പ പിന്നെ പെട്ടെന്ന് ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ ഉപ്പ എഴുന്നേറ്റ് കണ്ണു തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പം പിന്നെ ആരോ പരിചയമില്ലാത്ത ഒരാൾ റൂമിൽ കണ്ടിട്ട് ഉപ്പ ഒച്ച ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പുറത്തുനിന്ന് ഓടിയിരുന്നു. ആ ഉപ്പാക്ക് അറിയില്ല ഇത് എൻ്റെ മോളാണെന്ന്. കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ഈ സ്ട്രോക്ക് വന്നിട്ട് കിടന്നതാ. ഈ കുട്ടി കുറച്ച് വലുതായി, പക്ഷെ ആ മോള് ഈ ഉപ്പാന്റെ മോളാണെന്ന് പോലും ആ ഉപ്പാക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഉണ്ടായിന്. അത്രയും വർഷങ്ങളാണ്, 9 വർഷങ്ങാനെന്ന് പറഞ്ഞേ. പിന്നെ എന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പം ആ കുട്ടി മനസ്സറിന് പ്രാർത്ഥിക്കുന്നല്ലേ, ശരിക്കും മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാ റബ്ബ് അല്ലെ. അങ്ങനെ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മളെ മനസ്സിന്റെ ഈമാനും തഖ്വ എത്രത്തോളം ഉണ്ട്, നമ്മളെ വിശ്വാസം എത്രത്തോളം ഉറച്ചതാണെന്ന് അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചധികം പരീക്ഷിച്ചേക്കാം അല്ലെ. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതേപോലെ തന്നെ എല്ലാ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ, ആമീൻ ആമീൻ. ഇത് പറയുമ്പോ എപ്പോഴും എനിക്കൊരു കാര്യം ഓർമ്മ വരും. അസിക്ക് ഓർമ്മയില്ല അസിന്റെ കാര്യം. പിന്നെ ഷെഫീഖിന്റെ ഉമ്മ വീണിട്ട് സ്ട്രോക്ക് ആയിട്ട് ഷെഫീഖ് കരണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ എന്നിട്ട് ഉമ്മ ഒന്നും കൂടി എണീച്ചിട്ടൊന്നും എല്ലാരോടും ഒന്ന് മുണ്ടിട്ട് എന്നോടൊന്ന് മുണ്ടിയിട്ട് പിന്നെ ഉമ്മക്ക് എന്തായാലും ഒന്നുമില്ലാന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ഇതുണ്ടായിട്ട് പിന്നെ പിന്നാന്ന് വെച്ചിട്ട് ഉമ്മ എണീച്ചിട്ടില്ലേ എനിക്കും കൂടി. പിന്നെ നിങ്ങളെല്ലാം വിളിച്ച് എന്നിട്ട് പിന്നെ അങ്ങനെ പിന്നെയും സ്ട്രോക്ക് വന്നതാണ്. പ്രാർത്ഥന അന്നേരം നീ പറഞ്ഞില്ലേ. അതെ അതെ, ശരിക്കും എല്ലാരും തിരിയും വർത്താനം പറയലും ചെയ്തതാണ്. പക്ഷെ പിന്നെയും പിന്നെയും സ്ട്രോക്ക് വന്നതാന്ന് ഇതായത്. അതെ അതെ അതെ, അങ്ങനെ തന്നെ. എത്ര ആയാലും നമ്മളും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കൂ. ഇപ്പൊ ഇങ്ങനെ ഈ നമ്മൾ മറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഇങ്ങനെ പറയും, എന്താ അവർക്ക് ജീവിതാണ് ഉത്തമെങ്കിൽ ജീവിപ്പിക്കണേ, മരണാന്ന് അങ്ങനെ പറയും. പക്ഷെ നമ്മൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം എന്തായാലും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എത്ര പ്രായമായിട്ട് കിടപ്പിലായാലും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കൂലേ. 100%. ഞാൻ തന്നെ കുഞ്ഞിലാടെ അങ്ങനെ പറയുമ്പോ നെഞ്ഞിന്റെ ഉള്ളിൽ എന്തോ ഒരു കാളിച്ചു വന്നു പഠിച്ചതേ. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കാൻ കഴിയൂല നമുക്ക്. പെട്ടെന്ന് ഉമ്മാനെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലുള്ള എല്ലാരും കരീക്കോ. അടുത്ത് പറയുന്നതിൽ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുവിൻ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അല്ലാഹ് അല്ലാണ്ട് വേറെ ആരെങ്കിലും പിന്നെ വേറൊരു സൃഷ്ടാവ് ഉണ്ടാ? യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ വല്ല സൃഷ്ടാവും വേറെ ഉണ്ടോ? അല്ലാഹു തആല ചോദിക്കും അല്ലെ. നമ്മളെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എത്താൻ കഴിയുന്നത് റബ്ബിലേക്ക് തന്നെയല്ലേ ശരിക്കും അല്ലെ. ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് റബ്ബിലേക്ക് തന്നെയാണ് എത്താൻ കഴിയുന്നത്. എന്നിട്ട് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലാഹു അല്ലെ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നെ എന്താ നിങ്ങൾ അല്ലെ ഈ ഒരു സത്യത്തിൽ നിന്ന് എന്താ തെറ്റിക്കപ്പെടുന്നത്? നിങ്ങൾ എന്താണ് തെറ്റിക്കുന്നത്? അത് അല്ലാഹു തആല ചോദിക്കാൻ. റസൂലുള്ളാഹിനോട് പറയും, നബിയെ താങ്കളെ ഇവര് വ്യാജമാക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും റസൂലുകളെ എന്താക്കിയിട്ടുണ്ട്? വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം അല്ലെ മടക്കപ്പെടുന്നത് എന്താണ്? അത് അള്ളാഹുലേക്കാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹിലേക്കാണ് മടക്കപ്പെടുന്നത്. ഇന്ന് അല്ലെ ഇപ്പോഴത്തെ ഈ ഒരു ഇത് നോക്കണ്ട. കാരണം പിന്നെ ഇവിടെ ഉള്ള ഇതിന്റെ എല്ലാവർക്കും ഓരോരുത്തരും ചെയ്തതിനനുസരിച്ച് അവർക്കുള്ള പിന്നെ പ്രതിഫലവും അതുപോലെ ശിക്ഷയും ഒക്കെ പരലോകത്ത് അല്ലാഹു തആലയുടെ അടുത്ത് എത്തിയാലാണ് ഉണ്ടാകാനേ എന്നുള്ള ആ ഒരു ഇത്. എന്നിട്ട് പിന്നെ അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ.
അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, നിശ്ചയമായും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. നിങ്ങളെ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളെ ആ മഹാവഞ്ചകരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പം ദുനിയാവെന്ന് പറയുന്നത് നമ്മളെ വഞ്ചനയിൽ അകപ്പെടുത്തുന്ന ഒരു ചരക്കാണ്. അതേപോലെ തന്നെ പിശാചും നമ്മളെ പിന്നാലെ ഉണ്ട്. അള്ളാഹു നമ്മളെ ഈ രണ്ട് ഷറിൽ നിന്നും അല്ലെ, ഈ രണ്ട് വഞ്ചനയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമീൻ. എന്നിട്ട് അള്ളാഹു താല പറയും, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, നിശ്ചയമായും പിശാച് നിങ്ങൾക്ക് ശത്രുവാകുന്നു, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ വെച്ചോളൂ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ, നിശ്ചയമായും പിശാച് അവന്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് ജ്വലിക്കുന്ന നരകത്തിന്റെ ആൾക്കാരിൽ പെട്ടവരായി തീരാൻ വേണ്ടി മാത്രമാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത്. അപ്പം പിശാചിന്റെ ഇതിൽ പെട്ടുപോകരുത്. പിന്നെ ദുനിയാവിന്റെ ഇതിലും വഞ്ചനയിലും നമ്മൾ പെട്ടുപോകരുത് എന്നുള്ള അള്ളാഹുവിന്റെ പിന്നെ താക്കീത്. അപ്പം അത് നമ്മൾ എല്ലാവരും പിന്നെ അള്ളാഹുവിന്റെ ഈ ഒരു എന്താ പറയാ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പിന്നെ ഒരു താക്കീത്, നമ്മളോടുള്ള ഈ ഒരു കാര്യം അത് എല്ലാവരും പിന്നെ മനസ്സുകൊണ്ട് ഓർമ്മിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള തിന്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ അപ്പം നമുക്കിത് ഓർമ്മിച്ചാൽ മതി. അള്ളാൻ്റെ ഈ ഒരു വാക്ക്, ഈ ദുനിയാവ് അതുപോലെ പിശാച്, ഇവ രണ്ടുമാണ് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഒരു ഇതിൽ നിന്ന് എല്ലാവരും എപ്പോഴും അള്ളാഹിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാ. അതുപോലെ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അത് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോ. കാരണം നല്ലൊരു പ്രാർത്ഥനയാണ്, പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനയാണ്. പിന്നെ പിശാചിൽ നിന്നുള്ള ഒരു ഇത് രക്ഷ, അല്ലെ, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പിശാചിന്റെ എല്ലാ ദുർമന്ത്രങ്ങളിൽ നിന്നും എല്ലാ പിന്നെ ദുർബോധനങ്ങളിൽ നിന്നും, അതുപോലെ പിശാച് നമ്മളെ അടുത്തേക്ക് സന്നിഹിതരാകുന്നതിനെ തൊട്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 1 മുതൽ 6 വരെ ആയത്തുകൾ കുറേ ആൾക്കാർ മാഷാ അല്ലാ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അസുഖം കൊണ്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മളെ സഫിയത്തെ പോലും മാഷാ അല്ലാ ഒരു കാണാതെ പഠിച്ച് പിന്നെ എഴുതുന്ന ആൾക്കാരിൽ ഏറ്റവും മുൻപിലെത്തണം എന്ന് ആഗ്രഹിച്ച്, പക്ഷേ കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അല്ലെ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഓരോ മനസ്സിലൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓതി പഠിച്ചതിൽ ഏറ്റവും മുൻപിലാകണം, എനിക്ക് കാണാതെ പഠിക്കുന്നതിൽ ഒരു മുൻപിലുള്ള ഒരാളാകണം എന്ന്. അപ്പോൾ മാഷാ അല്ലാ ഓരാന്ന് കാണാതെ പഠിച്ചത്. പിന്നെ നേരത്തെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞ് ഓതി റെക്കോർഡ് ചെയ്തിന്, പക്ഷേ സെൻഡ് ആവുന്നില്ല. സുബ്ഹാനല്ലാഹ്, സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. കാരണം അത്രയും വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹുവേ, അവർക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ, വേദനകൾക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. അപ്പോൾ എന്നിട്ടും ആ ഖുർആനിനോടുള്ള ഒരു ആഗ്രഹം, അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് അത് എഴുതാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയില്ല, പെണ്ണെടുത്ത് ഇരുന്ന് എഴുതാനൊന്നും കഴിയില്ല. അപ്പം എങ്ങനെയെങ്കിലും കിടന്നിട്ടെങ്കിലും അത് ഒരു പഠിച്ചിട്ട് മനപ്പാടാക്കണം എന്നുള്ള ഒരാഗ്രഹം. നോക്കിയാട്ടെ അല്ലേ, നമുക്ക് സത്യത്തിൽ നമ്മളെല്ലാം എത്രയോ അനുഗ്രഹങ്ങൾക്കിടയിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയും അല്ലെ, എന്നിട്ട് പിന്നെ ഒരു ഇത്തിരി സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കുന്നു. പക്ഷേ ഒരുപാട് അസുഖങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന, പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആൾക്കാരൊക്കെ ശരിക്കും അവരെ കണ്ടിട്ട് നമ്മൾ മാതൃകയാക്കണം എന്നാണ്. ഈ 2-3 ദിവസം മുമ്പ് മരണപ്പെട്ട ഒരു സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ശരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ കുറേ വർഷങ്ങളായിട്ട് പിന്നെ എന്താ പറയാ കിടപ്പിലായ ഒരാളാണ്. എന്നിട്ട് പിന്നെ ആകെ കൈകൾ മാത്രമേ ചലിക്കൂ. എന്നിട്ട് വീൽ ചെയറിൽ പിന്നെ ഇങ്ങനെ കുറേ ഫിസിയോതെറാപ്പി അങ്ങനെല്ലാം ചെയ്തിട്ട് വീൽ ചെയറിൽ ഇരിക്കാനുള്ള ഒരു ഇത്, ആ സമയത്ത് അവർ ചെയ്യുന്ന ദീനിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ, നിസ്കാരത്തിന് വരെ ജമാഅത്തിന് പള്ളിയിലെത്തുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലിൽ നടക്കാനും ഒരു സ്വാധീനക്കുറവും ഇല്ലാത്ത എല്ലാ ആരോഗ്യമുള്ള ആൾക്കാർ പോലും എന്താക്കുന്നില്ല, പലപ്പോഴും പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നില്ല. പക്ഷെ എന്നിട്ടും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താ പറയാ ചലനശേഷി ഇല്ലാത്ത
ഇല്ലാത്ത ആ ഒരു മനുഷ്യൻ വീൽ ചെയറിൽ ഇതായിട്ട് എല്ലാ വക്തും പള്ളിയിൽ ജമാഅത്തിന് എത്താന്ന് പറഞ്ഞാൽ എന്തോ ആ ഒരു ഈമാനിന്റെ ഒരു ഇത് നോക്കിയാട്ടെ, ആലോചിച്ച് നോക്കിയാട്ടെ, സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നിട്ട് ദീനീ ദഅവ രംഗത്ത് എത്രയോ വലിയ പ്രവർത്തനങ്ങൾ, ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ ഓരോ ഇതാക്കി അതിൻ്റെ അടിയിൽ ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ഓരോരുത്തർ അത് കേൾക്കാൻ അതിന്റെ വിഷയവും ഇതും എഴുതി അങ്ങനെയൊക്കെ അയച്ചിട്ട് ഇങ്ങനെ ക്ലാസ് ഓരോ ഗ്രൂപ്പിലേക്കും എത്ര 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 വലിയ 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 നന്മകളാണെന്നറിയോ ഓരോരുത്തർ ചെയ്യുന്നത് വെച്ചാൽ അത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ശരിക്കും നടുനിവർത്തി ഇരിക്കാൻ കഴിയാത്ത ഒരാള് കുറച്ച് സമയം ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ എത്ര വേദന സഹിക്കുന്നുണ്ടാവുന്നറിയോ. അള്ളാഹു അതിനൊക്കെ പകരമായി അള്ളാഹു അതിന് എന്താ പറയാ കണക്കില്ലാത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടയാളങ്ങൾ നമ്മൾ ബാക്കിയാക്കണം എന്ന് പറയുന്നില്ലേ, നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ദീനി രംഗത്ത് എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് ആക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ ഖബറിലും പരലോകത്തും മഹ്ശറിലും സ്വർഗത്തിലേക്ക് ഒരു കാരണവുമാകാം. ഇപ്പൊ ജാരിയായ സദഖ എന്നെല്ലാം പറയുന്ന പോലെ നമ്മൾ അറിവ് നേടാ, അറിവ് എത്തിച്ചു കൊടുക്കുക, ഒരാളെ നമ്മൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ അടുത്ത ആയത്ത് അല്ലദീന കഫറു ലഹും അദാബുൻ ശദീദ് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അടുത്ത ആയത്ത് അല്ലാഹു തആല പറയുന്നു, 7-ാമത്തെ ആയത്താണ്. അല്ലദീന കഫറു, നിശ്ചയമായുമില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, ലഹും അവർക്കുണ്ട്, അദാബുൻ ഷദീദ് കഠിനമായ ശിക്ഷ. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിനമായ ശിക്ഷ അല്ലെ. കുഫാറുകൾ, കഫർ. അപ്പം പിന്നെ മനുഷ്യന് ഏറ്റവും കഠിനമായ ശിക്ഷക്ക് പിന്നെ അർഹനാകാൻ കാരണം വരുന്നത് അവിശ്വാസം. അപ്പം പിന്നെ നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വിശ്വാസമില്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എന്തില്ല, അവിടെ ഒരു പരിഗണന കിട്ടൂല. അതിന്റെ പ്രതിഫലം ഒരുപക്ഷെ ദുനിയാവെന്ന് അവർക്ക് ചിലപ്പം കിട്ടുമായിരിക്കും. അങ്ങനെ പറയുന്നുണ്ട്. അതായത് ചില അവിശ്വാസികൾ നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് അതിന്റെ ഇത് ഗുണം ദുനിയാവിൽ തന്നെ അവർക്ക് ഒരുപക്ഷെ അല്ലാഹു തആല കൊടുക്കും. അതേ സമയത്ത് പിന്നെ പരലോകത്ത് അവർക്ക് എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാ വിശ്വാസം അല്ലെ, ആ വിശ്വാസത്തോടു കൂടിയുള്ള സൽക്കർമ്മങ്ങൾക്ക് എന്തുള്ളൂ, പ്രതിഫലമുള്ളൂ. എന്നാൽ വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, അതാ പറയുന്നത് വല്ലദീന ആമനു അല്ലെ. ശരിക്കും നേരത്തെ അല്ലദീന കഫറു ലഹും അദാബുൻ ശദീദ് പറഞ്ഞ പോലെ വല്ലദീന ആമനു ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തും കൂടിയുണ്ട്. ആമനു വരുന്നിടത്തെല്ലാം എന്താ പറയാ ഇരട്ടവറ്റ മക്കളെ പോലെ വഅമിലുസ് സ്വാലിഹാത്ത് ഉണ്ടാവും. കൂടുതൽ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്നുവെച്ചാൽ ഈമാനും അമലുസ് സ്വാലിഹാത്തും ഇത് രണ്ടും ഉണ്ടാവണം നമ്മളിൽ, വിശ്വാസത്തോടു കൂടിയുള്ള സൽക്കർമ്മങ്ങൾ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ, അവന് വലിയ പാപമോചനവും ഉണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. അജ്റുൻ കബീർ എന്ന് പറഞ്ഞാൽ വലിയ ഏറ്റവും വലിയ പ്രതിഫലം, വലുതായൊരു പ്രതിഫലം. അതെന്തായിരിക്കും, വമ്പിച്ച പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗം തന്നെ അല്ലെ. അപ്പം സത്യവിശ്വാസികൾക്കാണ് അല്ലാഹു പ്രതിഫലവും സ്വർഗവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവിശ്വാസികൾക്ക് എന്തില്ല, അതില്ല. അവർക്ക് കഠിനമായ ശിക്ഷയാണ്. ഇപ്പൊ മുസ്ലിം എന്ന് പേരും പിന്നെ മുസ്ലിം എന്താ പറയാ മുസ്ലിം പേരും പിന്നെ ഒരു മുസ്ലിമിന്റെ മാതാപിതാക്കൾക്ക് ജനിക്കുകയും ചെയ്തതുകൊണ്ട് ഒരിക്കലും അയാൾ എന്താകൂല, വിശ്വാസി ആയിക്കൊള്ളണം എന്നില്ല അല്ലെ. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഹൃദയത്തിൽ ഈമാനുള്ള ആൾക്കാരുടെ അമലുകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്തുള്ളൂ, സ്വീകാര്യതയുള്ളൂ. അപ്പം നമ്മളെ വിശ്വാസം, ആ ഈമാൻ എന്നുള്ളത് അത് നമ്മളെപ്പോഴും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു തആലയോട് ദുആ ചെയ്യുക അല്ലെ. ഈമാനിൽ അല്ലാഹ് നമ്മൾ സബാത്തിലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആ ഒരു ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് പിന്നെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദുനിയാവും പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല അല്ലെ. അപ്പം പിന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറഅഹു ഹസന. ഇതാണ് ഫറഅഹു ഹസന, ഇതാണ് സത്യത്തിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പിന്നെ അഫമൻ യാതൊരുവൻ, അപ്പോൾ യാതൊരുവൻ, സുയ്യിന ലഹു
അവന് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നു പറയും. സുയ്യിന ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. ലഹു അവന് എന്ത് സൂഉ അമലിഹി അവൻ്റെ ദുഷ്പ്രവർത്തികൾ, ചീത്ത പ്രവർത്തികൾ അവന് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. ഫറആഹു അപ്പോൾ അവൻ അതിനെ കണ്ടു എങ്ങനെ ഹസന നല്ലതായിട്ട്. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അല്ലേ. അതായത് ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയാണ്, പക്ഷെ പിശാച് അവൻ അതെന്താക്കും നല്ലതാക്കി തോന്നിച്ചു കൊടുക്കും. അങ്ങനെ അവൻ്റെ കണ്ണിൽ അതെന്താണ് നല്ലതാണ് അല്ലേ. അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സൽക്കർമ്മത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ടോ അല്ലേ എന്നാണ് അള്ളാഹു താലന്റെ ഒരു ചോദ്യമാണത്. ശരിക്കും ഉണ്ടോ സത്യത്തിൽ ഇതിനൊരു ഉദാഹരണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ. എല്ലാരും ഉറങ്ങിപ്പോയാ? അതന്നെ ബിദ്അത്താണ് ഇതിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാല് ബിദ്അത്താണ് ഇതിൽ വരുന്നത്. പിന്നെ അല്ലാത്തതും വരും, പക്ഷെ ബിദ്അത്തിന്റെ കാര്യമാണ് ഇവിടെ ശരിക്കും വരുന്നത്. കാരണം എന്ന് വെച്ചാല് പിന്നെ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ അവരെ കണ്ണിൽ അതെന്താണ് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയായിട്ടാണ് അവർ വിചാരിക്കുന്നത്. അതിന് അവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹ് ചോദിക്കാം. ഇത് ബിലീസിന്റെ കളിയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ശരിക്കും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെറ്റിക്കുകയാണ്. അള്ളാഹിൻ്റെ അടുത്തു നിന്നും റസൂലിൻ്റെ മാതൃക പിൻപറ്റുന്നതിൽ നിന്നും മനുഷ്യന്മാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണെന്ത് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതായത് ദീനിലില്ലാത്ത കാര്യങ്ങളെ നല്ലതാക്കി കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ചെയ്യുന്ന ആൾ ഒരിക്കലും വിചാരിക്കൂല എന്ത് ഇത് തെറ്റാണെന്ന് വിചാരിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്, അവർ നല്ലതാന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്ത് വരൂല, ഒരു തൗബ വരെ വരൂല. അതാണ് ബിദ്അത്തിന്റെ പ്രശ്നം. വെച്ചാല് വേറെ ഇപ്പൊ തെറ്റ് ചെയ്താല് ഒരാൾക്ക് തെറ്റാന്ന് പറഞ്ഞാൽ അത് തൗബ ചെയ്ത് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയിട്ട് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു ഇതുണ്ട്. അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം മൗലൂദ്, റാത്തീബ്, പിന്നെ അങ്ങനെ എന്തെല്ലോ കഴിക്കുന്ന നേർച്ച എന്ന് വെച്ചാൽ പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നേർച്ചാക്കാം. പക്ഷെ അല്ലാത്ത ആൾക്കാരുടെ പേരിൽ ഒരിക്കലും നമുക്ക് നേർച്ച വഴിപാട് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്, നല്ല കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിങ്ങനെ അല്ലെ മറ്റേ വട്ടത്തിലിരുന്നിട്ടും നീളത്തിലിരുന്നിട്ടും എല്ലാം ഇങ്ങനെ ഇതെല്ലോ ചൊല്ലിയിട്ട് ഓതിയിട്ട് എല്ലാം ഇങ്ങനെ ഒരു ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാർ സത്യത്തിൽ പിന്നെ അവർ വിചാരിക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ്. അതെന്താ നല്ലതല്ലേ. ഈ അള്ളാഹ്ക്ക് വേണ്ടിട്ട് നേർച്ചയാക്കാന്ന് പറഞ്ഞതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? അള്ളാഹ്ക്ക് വേണ്ടിട്ട് നേർച്ചയാക്കാന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ സുന്നത്തായ കുറെ കർമ്മങ്ങളില്ലേ, നോമ്പ്, നിസ്കാരം, ദാനധർമ്മം, അങ്ങനെയുള്ള കുറെ സൽപ്രവൃത്തികള്, അത് നമുക്ക് പിന്നെ ഇപ്പം പിന്നെ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് നമ്മൾ ഇന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അല്ലാതെ പിന്നെ ഒരു നിബന്ധന പോലെ വെക്കാൻ പാടില്ല. ഇപ്പൊ ഒരു അസുഖം വന്ന് വിചാരിച്ചോ, ഒരു അസുഖം വന്നാല് ആ അസുഖത്തിന് ശിഫ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് എന്താക്കാം, നോമ്പോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അനാഥ മക്കളെ സംരക്ഷിക്കാനോ പിന്നെ അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ഒരു ആടിനെ അറുത്തിട്ട് കൊടുക്കാൻ, അങ്ങനെയെല്ലാം നമുക്ക് എന്താക്കാം അള്ളാഹിന്റെ പേരിൽ നമുക്ക് നേർച്ചയാക്കാം. അന്നേരം അത് നമ്മളെ മേൽ നിർബന്ധമായി, അത് നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി. അപ്പം പിന്നെ അത് നമ്മൾ എന്തായാലും ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം നടന്നാലും നടന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്താക്കണം, ആ കാര്യം ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഒരു അസുഖം വന്ന് ഇപ്പം മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലാർക്കെങ്കിലും ഒരു അസുഖം വന്ന്, അപ്പോൾ ചില ആൾക്കാർ അറിയും ആ അസുഖം മാറിയാൽ ഇന്ന പള്ളിയിൽ ഇത്ര കൊടുക്കുക, അങ്ങനെയല്ലേ നേർച്ചാക്കും ചില ആൾക്കാർ. അത് തെറ്റാണ്, അങ്ങനെ പാടില്ല. അതായത് പിന്നെ അസുഖം മാറിയാൽ എന്നല്ല, അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാറുന്നതിന് മുമ്പേ തന്നെ എന്താക്കുക, വേഗം തന്നെ കൊടുക്കണം നേർച്ച നേർന്നു കഴിഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കഴിയുന്ന കാര്യം മാത്രം നേർച്ചയാക്കിയാൽ മതി. ആവേശത്തിന്റെ പുറത്ത് വലിയ ഭാരമുള്ള കാര്യങ്ങളും നമ്മൾ എന്താക്കണ്ട, നേർച്ചയാക്കണ്ട. അതായത് സുന്നത്ത് നോമ്പെല്ലാം പ്രശ്നമില്ലല്ലോ, അത് കുറെ എണ്ണൊന്നും വേണ്ട. ഒരു നോമ്പ്, 2 നോമ്പ്, അല്ലെങ്കിൽ 3 നോമ്പ് ഒറ്റയിലാക്കിക്കോ. അതെ, നിർബന്ധമായി. അതെന്തായാലും നമ്മൾ നോക്കണം. അങ്ങനെ നേർച്ചയാക്കിയ നിർബന്ധമായി.
അത് എന്തായാലും നോക്കണം. അതുപോലെ കൊടുക്കാൻ നേരത്താക്കിയാൽ കൊടുക്കണം, നേർച്ചയാക്കിയാൽ കൊടുക്കണം. പിന്നെ അങ്ങനെ അത് നിർബന്ധമായി. അത് ഞാൻ പറഞ്ഞ കഴിയാത്ത കാര്യം ഹജ്ജിന് പോകുന്നൊന്നും ആരും നേർച്ചയാക്കിയേക്കണ്ട. അങ്ങനെയല്ല, കഴിയാത്ത കാര്യം അല്ലെങ്കിലും പിന്നെ വലിയ കാര്യമില്ല അതെല്ലാം. അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഒരു 2 റക്അത്ത് നിസ്കാരം തന്നെ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് നോക്കിയാട്ടെ. അത് നമുക്ക് അതൊരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ അതിൻ്റെ ഒരു ഇത് കിട്ടും, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്തായാലും. എത്രയായാലും എല്ലാത്തിനും സഹാബാക്കളെല്ലാം എന്താവശ്യം ഉണ്ടെങ്കിലും അവർ വേഗം പോയിട്ട് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യില്ല അള്ളാൻ്റെ അടുത്ത്. അതുപോലെ നമുക്കും ചെയ്യാം. പക്ഷെ നമ്മളിൽ ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് പലപ്പോഴും. അതാണ് ഏറ്റവും വലിയ നമ്മളെ നഷ്ടം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ദുആ ചെയ്യാൻ ഇപ്പം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. സത്യത്തിൽ ഈ ദുആ വസിയത്ത് പിന്നെ നമ്മളൊരു ദുർബലത കൊണ്ടാണ് നമ്മൾ, പക്ഷെ എന്നാലും പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നല്ല. തെറ്റെന്ന് ഒരിക്കലും ഞാൻ പറയൂല. ആരുടെ പ്രാർത്ഥനയാണെന്ന് സ്വീകരിക്കാമെന്ന് പറയാൻ കഴിയില്ലല്ലോ. കുറേ ഈമാനുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരേ കാര്യം അള്ളാഹിന്റെ മുമ്പിലേക്ക് റിക്വസ്റ്റ് ഇടുമ്പോൾ അതും അള്ളാഹ് സ്വീകരിക്കും, അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താക്കണോ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാണ്ട് ബാക്കിയുള്ള ആളെ ഏൽപ്പിക്കുന്ന ഒരു ഇത് ഉണ്ടാകാൻ പാടില്ല. തന്നെ വേറെ ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കാണ്ട് നമ്മൾ എന്താക്കുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുക, ചൊല്ലേണ്ടത് ചൊല്ലുക, ഓതേണ്ടത് ഓതുക, അതുപോലെ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കണം, നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ. റസൂൽ തന്നെ പഠിപ്പിച്ചത് ആ മാതൃകകൾ. ആ മാതൃക നമ്മൾ എന്താക്കുക, നമ്മളെ ജീവിതത്തിൽ സ്വീകരിക്കാം. അങ്ങനെ അപ്പം ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ തെറ്റായ കാര്യം നമുക്ക് പിശാച് എന്താക്കും, ഭംഗിയാക്കി കാണിച്ചു തരും. അതേപോലെ വരുന്ന ഇപ്പം ബിദ്അത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ബിദ്അത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വരുന്ന കാര്യങ്ങളാണ് സമൂഹത്തിൽ മൊത്തത്തിൽ എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അതും നമുക്ക് എന്താവൂല, തെറ്റായിട്ട് തോന്നൂല. അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമുക്ക് എന്താവും, ഹലാലാകുന്നതുണ്ട് ചില വിഷയങ്ങൾ. അതിപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ, നമ്മളൊരാൾ വിചാരിച്ചാലൊന്നും അതൊന്നും മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ പോക്കന്നെ. അങ്ങനെ ഈ വിവാഹങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന വീഴ്ചകളാണത്. നമ്മൾ എന്നുവെച്ചാല് നമ്മള് മൊത്തത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നോണ്ട് നമ്മളും ചെയ്യുന്നു എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് ഇബ്ലീസിന്റെ പണിയാണ്. അവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മളതിനതിൽ നിന്ന് മാറി നിങ്ങൾ നമ്മളെന്നൊരു ഒരു മറ്റേ എന്താ പറയാ, പുകഞ്ഞ കൊള്ളി പോലെ നമ്മൾ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും നമ്മളെല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോൾ എൻ്റെ മാപ്പിളിനെ കൊണ്ട് പറയാല ഒരുവിധം ഏടിയും വരൂല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ കുടുംബത്തിലായാലും അങ്ങനെ വേഗം കൂടി ചെടിയും പോയും വരികയും ചെയ്യില്ല. അപ്പം ചില കാര്യങ്ങൾ വിചാരിക്കും, ഞാൻ വിചാരിക്കും ഓറതാ നിലപാട് ശരി, മാറി നിൽക്കുന്നതാ നല്ലത്. എന്നിട്ട് നമ്മൾ എന്തെല്ലോ പെട്ടുപോകുന്നുണ്ട്, എല്ലാത്തിൻ്റെയും കൂടികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അതേ സമയത്ത് മാറി നിന്നാൽ പ്രശ്നമില്ല. ഇനി സമൂഹത്തിൽ അത് അങ്ങനെ ഒറ്റപ്പെടുക, ഓർ അങ്ങനെ തന്നെ എവിടെയും പോകില്ല എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു ലേബിൾ ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നത് ചില സമയത്ത് അങ്ങനെ തോന്നിപ്പോകലുണ്ട്. അപ്പം ടീച്ചർ ഇപ്പൊ പറഞ്ഞതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് കല്യാണത്തിന് വധുവിനെ കൂടായി പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാ, ഇങ്ങനെയുള്ള വിഷയങ്ങളാ. അത് എല്ലാവരും ചെയ്യണില്ലേ, അപ്പം നമ്മളും ചെയ്യാറ് അത്ര തന്നെ. അതാണ്, അങ്ങനെയാണ് ഇത് ഒരു ഹലാല് അല്ല ഹറാമ് ഹലാലായി മാറിയിരുന്നു. എല്ലാവരും ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ പറയാ, വേണ്ടാന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളും അതിൻ്റെ കൂടികളായിട്ട് നമുക്കും അത് നല്ലതാക്കി കാണിച്ചു തരൂ. ഇബ്ലീസിന്റെ പണി അങ്ങനെയാണ്. അതിനെന്താ നമ്മളോട് ചോദിക്കും. അതിപ്പോൾ എന്താ വലിയ കാര്യം. അതുപോലെ ഈ TV, സീരിയൽ, സിനിമ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ചെന്തെങ്കിലും കണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം എന്താണ്, കുറച്ച് പിന്നെ ആസ്വാദനമൊക്കെ വേണം. ജീവിതമാകുമ്പോൾ കുറച്ച് അതും ഇത് എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം വേണം. ഇത്തിരി പാട്ട് കേൾക്കുന്നതിനെ കൊണ്ടോ, കുറച്ച് സിനിമ കാണുന്നതിനെ കൊണ്ടോ, കുറച്ച് മറ്റേ വേറെ എന്താ റിയാലിറ്റി ഷോസ് ഇത്തിരി കാണുന്നതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള നിലക്ക് നമ്മൾക്ക് എന്താക്കി തരും, നല്ലതാക്കി കാണിച്ചു തരും. കുറച്ച് കുട്ടികളതല്ലേ, ചെറിയ കുട്ടികളതല്ലേ, അതിനെന്താല്ലേ ചെറിയ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ എന്തൊരു രസമാണ് അല്ലേ. അത് മാപ്പിളപ്പാട്ട് ഇട്ടിട്ട് അതിൽ മ്യൂസിക് ഇട്ടിട്ട് അങ്ങനെയല്ലാന്ന് ഇബ്ലീസ് നമ്മളെ കൊണ്ട് ഹറാം എന്താക്കി തരാം, ഹലാലാക്കി കാണിച്ചു തരാം. അന്നേരം നമുക്കിത് ഇൻട്രസ്റ്റ് ആകുമ്പോൾ കുറച്ചെന്താവും,
മറ്റേ മയക്കുമരുന്ന് പോലെ കുറച്ച് 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 കുറച്ചായിട്ട് നമ്മൾ അതിൻ്റെ അഡിക്റ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്കത് കാണാണ്ടിരിക്കാനേ കഴിയില്ല. അങ്ങനത്തെ രീതിയിലേക്ക് ആക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റിനെ നല്ലതാക്കി കാണിക്കുക എന്നുള്ളതാണ് ആരെ പണി? ഇബ്ലീസിന്റെ പണി. അതാണ് നിങ്ങളെ ദുനിയാവും പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നുള്ള നമ്മളോട് താക്കീത് പറഞ്ഞത്. നമുക്ക് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആർഭാട കല്യാണം ആക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ആർഭാടം ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഒരു ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കുറച്ച് നല്ല ഭക്ഷണം തന്നെ കൊടുത്തോ, ഒരു 2 തരം തന്നെ കൊടുത്തോ, പ്രശ്നമില്ല. പക്ഷെ ലാവിഷാക്കി വേസ്റ്റാക്കി കളയുന്ന രീതിയിലേക്ക് അതിനെക്കുറിച്ച് ഏതാന്ന് നോക്കാണ്ട് അങ്ങനെ ധൂംനിലം പറയുന്നില്ല. അതുപോലെ കുടിക്കാൻ കുറേ തരം, ഏത് കുടിക്കണം തന്നെ ആൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ തന്നെ ഒരു കല്യാണത്തിന് പോയാൽ കൊണ്ടുതരുമ്പോൾ പൈനാപ്പിള്, മുസമ്പി, ബത്തക്ക, മുന്തിരി, ഓറഞ്ച്, റബ്ബേ പപ്പായ, ഇതിൽ ഏത് കുടിക്കും റബ്ബേ? ഏതെങ്കിലും ഒന്ന് കൊടുത്തെങ്കിൽ അത് വേണമെങ്കിൽ കുടിക്കാൻ, വേണ്ടെങ്കിൽ കുടിക്കാണ്ട് അവിടെ വെക്കേനും. ഇതിപ്പോ കുറെ കൊടുത്തത് ചില ആൾക്കാരെന്താക്കും, ഒന്നെടുത്ത് കുടിച്ച് ടേസ്റ്റ് വെക്കും, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവിടെ വെക്കും, അപ്പൊ അത് കളയും, വേറെ എടുത്ത് വെക്കും. അങ്ങനെയല്ലേ? അല്ലാഹു അക്ബർ. ഇങ്ങനെ നമ്മള് എന്താ പറയാ, ഇങ്ങനെ നാടോടുമ്പോ നടുവേ ഓടുന്നെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ നമുക്ക് നമ്മളെ കണ്ണിൽ ഇതൊക്കെ ശരിയാണെന്ന് തോന്നിപ്പിച്ചു തരും. അതാണ് അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. തെറ്റായ കാര്യം അത് തനിക്ക് ഭംഗിയാക്കി കാണിക്കപ്പെടും, എന്നിട്ട് നല്ലതായിട്ട് കാണും. അങ്ങനെയുള്ള ഒരാളെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളായിട്ട് അള്ള പ്രതിഫലം തരുന്നതാകുമോ എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലെ? അള്ളാഹു താല പറയുന്നു, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിവേവിലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു താല പറയുന്നു, ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത് ഇന്നല്ലാഹ അലീമുൻ ബിമാ യസ്നഊൻ. അതുകൊണ്ട് തന്നെ ഫലാ തദ്ഹബ് നഫ്സുക, ഫലാ തദ്ഹബ്, അത് കൊണ്ടുപോകാതിരുന്നു കൊള്ളട്ടെ. നഫ്സുക എന്ന് വെച്ചാൽ നിന്റെ ജീവൻ, അതായത് നിന്റെ ഇത് ആത്മാവ്. എന്നുവെച്ചാൽ എന്ത് കാരണത്താൽ? അലൈഹിം, ഈ പിന്നെ ആൾക്കാരെ തൊട്ടിട്ട്, അതായത് ഇതിനെ കൊണ്ടുള്ള ഹസറാത്ത്, സങ്കടം കൊണ്ട്. ഈ ഒരു പിന്നെ നമ്മളിപ്പോൾ റസൂലുള്ളാഹിനോട് അല്ലാഹ് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ ദുഷിച്ച പ്രവൃത്തിയിൽ പെട്ടുപോയ ആൾക്കാർ എങ്ങനെയാന്ന് പിന്നെ നേർമാർഗത്തിൽ വരാ, എങ്ങനെയാണ് ഇവർക്ക് പ്രതിഫലം കിട്ടുക, എങ്ങനെയാ ഇവർ ഇതിലേക്ക് വരാ എന്നുള്ള പിന്നെ ചിന്തയിൽ എന്താകേണ്ടതില്ല. അത് പിന്നെ ആലോചിച്ചിട്ട് ഇവരെ കാര്യത്തിൽ എന്താകണ്ട, സ്വയം കഷ്ടത്തിലാകേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ, നിശ്ചയമായും അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു താല എന്താക്കും, അവരുടെ കാര്യത്തിൽ തക്കതായ നടപടി എടുക്കും. അതുകൊണ്ട് നീ അവരെ കുറിച്ച് ഓർത്തിട്ട് എന്താക്കണ്ട, വല്ലാതെ വിഷമിക്കണ്ട. നമുക്ക് ദുആ ചെയ്യാം. വിഷമില്ലാതിരിക്കൂല. നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ അല്ലേ ഈ വിദഅത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. അള്ളാന്റെ റസൂലിന് സങ്കടം ഇല്ലാതിരിക്കോ? അല്ലേ? അതെ, റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അല്ലേ ശിർക്ക് ചെയ്തിട്ട് റസൂലുള്ളാനെ എതിർത്തിട്ട് സംസാരിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും റസൂലുള്ളാക്ക്, ഇല്ലേ? നമുക്ക് തന്നെ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ, അള്ളാഹ് പഠിച്ചോനെ അവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കണം റബ്ബേ, അവരെ ശിർക്കിൽ നിന്ന്, വിദത്തിൽ നിന്ന്, കുഫറിൽ നിന്ന് എല്ലാം നീ കാത്തു രക്ഷിക്കണം. നമ്മളെത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ? നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവര് നമ്മളെ കുടുംബത്തിൽ എല്ലാം ഉണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അപ്പോൾ അല്ലാഹു തആല പറയുന്നു, അതുകൊണ്ട് തന്നെ സങ്കടം കൊണ്ട് അവരെ പറ്റിയിട്ട് പിന്നെ നിന്റെ ആത്മാവ് പിന്നെ നശിച്ചു പോകാതിരിക്കട്ടെ, നീ മരിച്ചു പോകാണ്ടിരിക്കട്ടെ എന്ന്. പക്ഷെ നമുക്കിങ്ങനെ വിഷമാവൂലേ? അപ്പോൾ അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് വല്ലാതെ അവരുടെ കാര്യത്തിൽ എന്താക്കണ്ട, വിഷമിക്കണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് എന്താക്കാം, ദുആ ചെയ്യാം.
മനസ്സറിഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. എല്ലാവരും ഹിദായത്തിലായിക്കൊണ്ട് തന്നെ ജീവിച്ച് ഹിദായത്തിലായിക്കൊണ്ട് തന്നെ മരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും ആ ഒരു ശിർക്കൻ വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നീ യഥാർത്ഥ തൗഹീദിന്റെ ആ ഒരു മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള നല്ല ഈമാനും തഖ്വയും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കലുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. കാരണം ചില ആൾക്കാർക്ക് പറഞ്ഞാലും ഒന്നും ഇത് മനസ്സിലാവില്ല. പക്ഷെ അള്ളന്നെ അത് പറഞ്ഞല്ലേ, അള്ളന്നെ ഇട്ട് കൊടുക്കണം ആ ഹിദായത്ത്. അല്ലെ, അവൻ ഉദ്ദേശിക്കുന്നവരവൻ പിഴവിലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവയിലാക്കണം. അള്ളാന്റെ ആ ഉദ്ദേശം മശീയത്ത് നമ്മളെ നേർക്ക് ഉണ്ടാകണം. നമ്മൾക്ക് ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് അള്ള ഹിദായത്തിന്റെ ഒരു മാർഗം അള്ള തുറന്നു തന്ന്. അള്ളാഹുവേ നീ ഇത് മരണം വരെ നമ്മൾക്ക് നിലർത്തി തരണ റഹ്മാനെ. അതുപോലെ ഈ ഒരു മാർഗത്തിലേക്ക് ഒരുപാട് പേരെ നമുക്ക് വിളിച്ചു കൂട്ടാനുള്ള ഒരു തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരും നമ്മുടെ കുടുംബത്തിലും നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലും എല്ലാ അയൽപക്കത്തും എല്ലാം എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു റബ്ബേ. അതുകൊണ്ട് അല്ലെ, അങ്ങനെ ആഗ്രഹിക്കുന്നോണ്ടാണ് ഇങ്ങനെ വായിട്ട് അടിക്കുന്നതും. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും റഹ്മാനായ റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യയ്നാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലിക്കൻ നുശൂർ. വല്ലാഹു ഓരോ കാര്യങ്ങൾ വെച്ചാൽ അവർ പ്രവർത്തിക്കുന്ന കുറച്ച് അള്ളാഹ് സൂക്ഷ്മമായി അള്ളാഹ്ക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, അള്ളാഹ്ക്ക് എന്താ ചെയ്യണമെന്ന് എല്ലാം അറിയാം. അള്ളാഹ് പറയുന്ന അള്ളാഹു അത്രേ എന്താണ് അല്ലദീ അർസല റിയാഹ. റിയാഹ് എന്ന് വെച്ചാൽ എന്താ, റീഹ് കാറ്റ് അല്ലെ, കാറ്റുകളെ അയച്ചവൻ അള്ളാഹുവാൻ അല്ലെ. അതിങ്ങനെ അയച്ച് എന്നിട്ടോ ഫതുസീറു എന്നിട്ട് ഇളക്കി വിടുന്നു. എന്തിനെ? സഹാബൻ മേഘത്തെ അല്ലെ. മഴക്കാറുണ്ടാവില്ലേ, മഴക്കാറ് നമ്മൾ പറയൂലേ മഴക്കാർ. ഇന്ന് കുറച്ച് മഴക്കാറില്ലേ, ജുമാക്ക് ശേഷം ഇത്തിരി മഴ പെയ്തു, അതിന് മുമ്പൊക്കെ നല്ല വെയിലേനു. അപ്പം മഴക്കാർ, ആ മേഘം സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? കാറ്റ് വേണം. അപ്പൊ കാറ്റുകളെ അയച്ച് അതിനെ ഇളക്കി വിടുന്നവനാണ് അള്ളാഹു. എന്നിട്ടോ ഫസുഖ്നാഹു എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് നാം അതിനെ തെളിച്ചു കൊണ്ടുപോകും. ഇലാ ബലദിൻ മയ്യിത്തിൻ നിർജീവമായ ഭൂമിയിലേക്ക്. എന്തിനെ? ഈ മേഘം അല്ലെ, മേഘം തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴല്ലേ ഇടിയും മിന്നലും ഉണ്ടാകുന്നതും മഴ പെയ്യുന്നതൊക്കെ അല്ലെ. പക്ഷെ എല്ലാ സമയത്തും ഇടിയും മിന്നലും ഉണ്ടാകുന്നില്ലല്ലോ അല്ലെ, എന്തിട്ടായിരിക്കും? അല്ലാഹു അഅലം. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ നിർജീവമായ ഭൂമിയിലേക്ക് അല്ലാഹു തആല എന്താക്കുന്നു? അതിനെ കൊണ്ട് നനക്കേന്ന്. എന്നിട്ടോ ഫഅഹ്യയ്നാ ബിഹിൽ അർദ ബഅദ മൗതിഹാ എന്നിട്ട് അത് മരണത്തിന് ശേഷം ആ ഭൂമിയെ എന്താക്കുന്നു? ജീവിപ്പിക്കുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം ഇവിടെ അല്ലാഹു തആല പറയുന്നത്. കദാലിക്കൻ നുശൂർ, അതുപോലെയാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേൽപ്പ്. അപ്രകാരമാണ് വെച്ചാല് അത് നമുക്ക് മുമ്പിൽ അള്ളാഹ് കാണിച്ചു തരുന്ന ഒരു ദൃഷ്ടാന്തം. ഈ ഭൂമി അല്ലെ, ഉണങ്ങി വരണ്ട് ഒന്നുമില്ലാതെ കുട്ടികളൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചുകൊണ്ടിരുന്ന ആ ചതുപ്പ് നിലം അല്ലെ, അവിടെ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴേക്കും എന്തായി? ഭൂമിന്റെ ഉള്ളിൽ നിന്ന് മുളച്ചു വരാൻ തുടങ്ങി അല്ലെ, സസ്യലതാദികൾ മുളച്ചു വരാൻ തുടങ്ങി. ഇന്നലെ മിഞ്ഞാന്ന് നമ്മളെ മുറ്റത്ത് ഒരു ചെടി ഉണ്ടായിന്. പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ പാടിടെ വരുമ്പോ ആ ഒരു ചെടി ഉണ്ടായിന്. എന്നിട്ട് പിന്നെ ഓരോ വേനൽ കാടുത്തുമ്പോ ആക്കുമ്പോ എല്ലാം അതിങ്ങനെ പോകും, ഫുള്ളായിട്ട് പോകും. എന്നിട്ട് പിന്നെയും മഴ പെയ്യുമ്പോൾ ഉണ്ടാവും അതിങ്ങനെ കിളിർത്ത് വരുന്നു. എന്നിട്ട് പിന്നെ എന്താ പറയാ, കുറ്റി പോലെ ഒന്നും ഇല്ലാണ്ട് അവിടെ ഫുള്ള് ഇതായിനെ വൃത്തിയാക്കി ഇങ്ങനെ ഓരോ ഭാഗം പോകുമ്പോ എല്ലാം പോയിന്. എന്നിട്ട് മിഞ്ഞാന്നിട്ട് നോക്കുമ്പോ ആ പണ്ടേത്തെ ആ ചെടി എൻ്റെ മാപ്പിള എന്നെ വിളിച്ചിട്ട് കാണിച്ചു നോക്കിയാട്ടെ, മരിച്ചതിന് നമ്മളെ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇരിക്കൂലേ വരാന്. നോക്കിയാട്ടെ, ഇത് എത്ര കൊല്ലം മുമ്പുള്ളതാണിത്. മഴ പെയ്തിട്ട് നോക്കുമ്പോ പിന്നെയും വന്ന് അതിൽ പൂ വന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. പക്ഷെ അത് എത്ര കൊത്തിയാലും അവിടെ അതിന്റെ ഒരു അടയാളം വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട്
ഇപ്പോൾ പിന്നെയും അതേ സ്ഥലത്തുണ്ട് അതിങ്ങനെ മുളച്ച് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു അതിശയം തന്നെ. നമ്മൾ ഓരോന്നിലും ചിന്തിക്കുമ്പോൾ ഭയങ്കര ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറയുന്നില്ലേ. എന്നെ വിളിച്ചിട്ട് ഇവർ കാണിച്ചാൽ നോക്കിയാട്ടെ ആ ചെടി, നമ്മളെ പണ്ടേത്തെ ആ ചെടി അതാ പിന്നെയും വന്നിട്ടാ ഇവർ എന്നോട് പറയുന്നു. എന്തായാലും എന്നിട്ട് എന്നോട് പറയും, ഇതുപോലെ ഒരിക്കലേ മണ്ണിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം മരിച്ച് മണ്ണിൻ്റെ ഉള്ളിലായ ആള് ജീവിപ്പിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതെല്ലാം. അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ അതിൻ്റെ ഇടയിലൂട്ട് അതിങ്ങനെ വളർന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അള്ളാഹിനെ കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ അള്ളാഹ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് അല്ലാഹു തആല പറയും. മണ്ണിലേക്ക് അല്ലേ ചേർന്ന് എന്താ പറയുക, നമ്മളെ എല്ലും ഇറച്ചിയും പിന്നെ എല്ലാം ദ്രവിച്ച് മണ്ണോട് ചേർന്ന് ഒന്നും ഇല്ലാണ്ടായിത്തീരും. പക്ഷെ വീണ്ടും അല്ലാഹു തആല എന്താക്കും, ഈ ഭൂമിയിൽ മുളപ്പിക്കുന്നത് പോലെ മനുഷ്യന്മാരെയൊക്കെ എന്താക്കും, ജീവിപ്പിക്കും എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ അല്ലേ കഴിവിനെ കുറിച്ചും അള്ളാഹിൻ്റെ ഖുദ്റത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ മഴ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് നമുക്കുള്ള അല്ലേ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, മരണാനന്തര ജീവിതത്തിൻ്റെ വലിയൊരു തെളിവും കൂടിയാണ്. പിന്നെ അതുപോലെ മഴ എല്ലായിടത്തും പെയ്യുന്നില്ലല്ലോ. അത് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ അല്ലേ. പിന്നെ ഈ ഭൂമിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും പെയ്യുന്നില്ല. ഇപ്പം പിന്നെ കേരളത്തിൽ മഴയാണെങ്കിൽ ചെന്നൈയിൽ മഴയില്ല. ശരിക്കും അടുത്തടുത്ത സ്ഥലങ്ങളല്ല, അത്ര വലിയ ദൂരത്തൊന്നല്ല അല്ലേ. ഇപ്പം സൗദിയും പിന്നെ ഗൾഫ് നാടുകളും പിന്നെ ഈ കേരളം ഇന്ത്യ എല്ലാം പറയുമ്പോൾ കുറച്ച് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അല്ലാണ്ട് തന്നെ ഇപ്പം മലപ്പുറം ചിലപ്പോൾ അല്ലേ ഷാഹിൻ്റെ അവിടെ പറയുമ്പോൾ അന്നേരം നമുക്ക് വേനൽക്കാലത്ത് നമ്മളെല്ലാം കൊതിച്ചിരിക്കുമ്പോൾ അവിടെ എത്ര മഴ, നമുക്കോ നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ അല്ലേ. മേഘം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നിടത്തേക്ക് അതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ താണൊക്കെ മഴ പെയ്യുന്നുണ്ടാവും, കാൽടെക്സിൽ വെയിലായിരിക്കും. അങ്ങനെയാണ് ഇപ്പം ചില സമയത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ കുറച്ച് ഓരോരാൾക്ക് ഭാഗം വെച്ചിട്ട് കൊടുക്കുകയും തോന്നും ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ആ അങ്ങനെ തന്നെ, അങ്ങനെ ഇപ്പൊ ഉള്ളത്. അന്ന് ഉപ്പ വരുമ്പോ വളവട്ടണ ഉപ്പ പറഞ്ഞ് നല്ല മഴയേനു, പക്ഷെ ഇവിടെ എല്ലാം നല്ല ഉണങ്ങി കിടക്കുന്ന റോഡെല്ലാം, ഇവിടെ ഒന്നും മഴയില്ല. അങ്ങനെ വ്യത്യാസത്തില് മഴ പെയ്യാണ്ടിരിക്കുന്നു അല്ലെ. അതെല്ലാം അള്ളാന്റെ ഒരു ഖുദ്റത്താ. ഓരോ ഭാഗത്തേക്ക് അല്ല ഇങ്ങനെ മേഘത്തെ ചലിപ്പിച്ച് കൊണ്ടുപോകുന്നു. എല്ലാത്തിനും അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്നുള്ളത് അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മള് പിന്നെ ഇതെല്ലാം നമ്മളെന്താക്കുക, ചിന്തിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഒരായത്തും കൂടി പറഞ്ഞിട്ട് നിർത്താം. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരെങ്കിലും മൻ കാന യുരീദുൽ ഇസ്സത്ത് അല്ലെ, പ്രതാപം അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, പ്രതാപം മുഴുവനും എന്താണ്, അള്ളാഹുവിനുള്ളതാണ്. അത് നമുക്ക് കിട്ടണമെങ്കിൽ ആരുടെ അടുത്തുനിന്ന് കിട്ടണം, അള്ളാഹിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടണം. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അവനിലേക്ക് നല്ല വാക്കുകളും എല്ലാം അള്ളാഹുവിലേക്കാണ് എന്താകുന്നത്, കയറിപ്പോകുന്നത് എന്നാണ് പറയുന്നത്. ഇലൈഹി യസ്അദു അൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങളും നല്ല വാക്കും എല്ലാം അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് എന്താക്കുന്നത്, കയറിപ്പോന്നു. യർഫഉഹു, അവൻ അത് ഉയർത്തുകയും ചെയ്യുന്നു. വല്ലദീന യംകുറൂന സയ്യിആതി, എന്നാൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലഹും അദാബുൻ ഷദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വമക്റു ഉലൈക ഹുവ യബൂർ, അവരുടെ കുതന്ത്രം അവരെ നാശമടയുന്ന പറയുന്നു. അവർക്ക് ആ കുതന്ത്രം തന്നെയാണ് എന്താകുക, നാശമടയുക. ഈ ആയത്തിന്റെ വിശദീകരണം കുറച്ചധികം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്നുകിൽ തിങ്കളാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ്. നാളെയും മറ്റന്നാളെയും ആയിഷ ആയിരിക്കുമല്ലോ, നോക്കാം. ആയിഷ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. പിന്നെ തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം നല്ല രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വഴിയിലൂടെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ മനസ്സിലാക്കി നല്ല ഈമാനും ഇഖ്ലാസും തഖ്വയും നേടിയെടുത്ത് അത് ഹൃദയത്തിൽ ഉറപ്പിച്ച് നല്ല മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും
നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വെള്ളിയാഴ്ച ദിവസമാണ്, പ്രാർത്ഥനകൾക്ക് സ്വീകാര്യതയുള്ള സമയങ്ങളുണ്ട് റഹ്മാനായ റബ്ബേ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് വീഴ്ചകളും പോരായ്മകളും ഒരുപാട് സംഭവിക്കുന്നുണ്ട് റബ്ബേ. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ വളരെ കുറഞ്ഞ അമലുകൾ റബ്ബേ നീ പൂർണ്ണമായും സ്വീകരിച്ച് അതിനുള്ള തക്കതായ പ്രതിഫലം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എപ്പോഴും നിന്റെ ദിക്റിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിനെ അത് പഠിക്കാനും മനഃപ്പാഠമാക്കാനും അതെപ്പോഴും പാരായണം ചെയ്യാനും രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിച്ച് നിന്ന് നമസ്കരിക്കുമ്പോൾ ധാരാളമായി സുദീർഘമായി പാരായണം ചെയ്യുവാനും റഹ്മാനായ റബ്ബേ നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തും എല്ലാ കഴിവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള നല്ല താക്കത്ത് നാഥാ, ഒരു മടിയില്ലാതെ അലസതയില്ലാതെ ക്ഷീണമില്ലാതെ നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അതുപോലെ ഒരുപാട് സഹോദരന്മാർ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നിന്നെ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നല്ല ആരോഗ്യം കൊടുത്ത്, നല്ല ആഫിയത്ത് കൊടുത്ത്, നല്ല സിഹത്ത് കൊടുത്ത്, നല്ല ഖുവ്വത്ത് കൊടുത്ത്, നല്ല നശാത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവർക്കും ഈ ഒരു ഈമാൻ, ആ ഒരു തഖ്വ അത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഉയർന്ന ദർജയിൽ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് തന്നെ ജീവിച്ച് അതിലൂടെ തന്നെ മരിച്ച് അതിലൂടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും എല്ലാവർക്കും നാഥാ നീ ഹിദായത്തിന്റെ വെളിച്ചം എപ്പോഴും നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ശൈത്താനിയത്തിൽ നിന്ന് നാഥാ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൻ്റെ മോടികളിൽ അകപ്പെട്ട് അതിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട് ജീവിതത്തിലെ നന്മകൾ പാഴായി പോകുന്ന അവസരങ്ങളിൽ നിന്ന് അതാണ് ഞങ്ങളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ റബ്ബേ. തിന്മകളെ തിന്മകളായി തന്നെ മനസ്സിലാക്കാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകളെ നന്മകളാക്കി മനസ്സിലാക്കാനും അത് പൂർണ്ണമായും ഏറ്റെടുക്കാനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു ഇത് നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നീ എപ്പോഴും ഒരു നിമിഷം പോലും ഞങ്ങളുടെ കാര്യം ഞങ്ങളെ ഏൽപ്പിക്കാതെ പൂർണ്ണമായും ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാ ഇബാദത്തുകൾ ചെയ്യാനും എല്ലാ ദിക്ർ ചെയ്യാനും എല്ലാ ശുക്ർ ചെയ്യാനും റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. നിന്റെ സഹായവും നിന്റെ കാരുണ്യം നിന്റെ ഔദാര്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല റബ്ബേ. ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല റബ്ബേ. ഞങ്ങളോട് എല്ലാവരോടും നീ കരുണ ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലും മറ്റ് കൂട്ടുകാരുകളിലും അയൽപ്പക്കത്തിലും ഒക്കെ ഒരുപാട് ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ആൾക്കാരുണ്ട് റബ്ബേ. അവർക്കൊക്കെ യഥാർത്ഥ തൗഹീദിന്റെ ഹിദായത്തിന്റെ സന്മാർഗം തുറന്നു കൊടുക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടും മറ്റു പ്രയാസപ്പെടുന്നവർക്ക് നാഥാ പൂർണ്ണമായി ശിഫ നൽകി ആരോഗ്യം നൽകി ആശ്വാസം നൽകി ക്ഷമ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഹോസ്പിറ്റലും വീടുകളിലുമായി പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ദമ്പതികളുണ്ട് റഹ്മാനായ നാഥാ. അവർക്കൊക്കെ നീ സാലിഹീങ്ങളായ നല്ല സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കൺകുളിർമയുള്ള നല്ല സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മക്കളുള്ള മാതാപിതാക്കൾക്ക് റബ്ബേ ആ മക്കളെ കൊണ്ട് എപ്പോഴും നല്ല കൺകുളിർമയും ജീവിതത്തിലും പരലോകത്തും നല്ല മക്കളാക്കി നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ മക്കളെയും നീ ഹിദായത്തിന്റെ വഴിയിലാക്കണേ. ഈ ദുനിയാവിന്റെ എല്ലാ തിന്മകളിൽ നിന്നും പൈശാചികതകളിൽ നിന്നും എല്ലാ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നന്മ ഉപദേശിച്ചു തന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അതുപോലെ ഞങ്ങളുടെ സഹപാഠികൾ ഒരുപാട് നല്ല നല്ല പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചെത്തിച്ച് തന്ന ഒരുപാട് നല്ല നല്ല പണ്ഡിതന്മാർ റബ്ബേ. എല്ലാവർക്കും നീ അതിൻ്റെ എല്ലാ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അതുപോലെ ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ നിന്റെ അടുത്തേക്ക് എത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് റഹ്മാനായ നാഥാ. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങളിൽ
വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ഒരുമിച്ച് സ്വർഗത്തിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് നാഥാ ഞങ്ങളെയും അവരെയും എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.